നമ്മളെ OP ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. ആ പെണ്ണ് ഫഇന്നഹാ തുക്സിറു സ്വലാ വസ്സൗം വസ്സകാ വസ്സദഖ. ഒരു പെണ്ണ്, ആ പെണ്ണിനെ കൂടുതൽ നിസ്കരിക്കുന്ന പെണ്ണാണ്, കൂടുതൽ നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്, കൂടുതൽ സക്കാത്ത് കൊടുക്കുന്ന പെണ്ണാണ്, കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പെണ്ണാണ്. നന്മയുടെ വശങ്ങളൊക്കെ ആ പെണ്ണിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ വലാകിന്നഹാ തുദി ജാറഹാ, എങ്കിലും ആ പെണ്ണിന്റെ മൈനസ് പോയിന്റായി പറഞ്ഞത് അവൾ അയൽവാസികൾക്ക് ബുദ്ധിമുട്ട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞപ്പോ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയുകയാണ്, ഹിയ ഫിന്നാർ, അവർ നരകത്തിലാണ്. നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല, നോമ്പില്ലാത്തത് കൊണ്ടല്ല, നന്മയുടെ എന്തെല്ലാം വശങ്ങളുണ്ടോ അതൊന്നും ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കിയ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അയൽവാസികൾ നല്ല ഒരു അഭിപ്രായം പറയാത്ത കാരണം കൊണ്ട് ഹിയ ഫിന്നാർ, അവർ നരകത്തിലാണെന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ഹദീസിൽ തന്നെ പറയുന്നു മറ്റൊരു പെണ്ണിനെ കുറിച്ച്, അവൾ കൂടുതൽ നിസ്കരിക്കുന്നവളല്ല, കൂടുതൽ നോമ്പ് നോൽക്കുന്നവരല്ല, കൂടുതൽ സക്കാത്ത് കൊടുക്കുന്നവളല്ല, നല്ല നല്ല കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ കൂടുതലില്ല. പക്ഷേ അവരുടെ അയൽവാസികളെല്ലാം അവളെ കുറിച്ച് സന്തോഷിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. ഈ രണ്ട് വാചകവും നാം അടിവരയിടേണ്ടതാണ്. നമ്മുടെ നന്മ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സ് മന്ത്രിക്കലല്ല, നമ്മുടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവരാണ്. അല്ല, അവർ ചീത്തയാണോ പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലോ മാറ്റം വരുത്താനുണ്ട് എന്നുള്ളൊരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമായി നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ അയൽവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മോടത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നു, നബിയേ, ഞാൻ അയൽവാസികളോട് പെരുമാറേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്, അവരോടുള്ള എന്റെ കടപ്പാട് എന്തെല്ലാമാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മരിദ ഉത്തഹു, അയൽവാസി രോഗിയാണെങ്കിൽ നീ അവരെ സന്ദർശിക്കണം. അതൊരു അയൽപക്ക മര്യാദയാണ്. അതുപോലെ അയൽപക്കം എന്നുള്ളത് കേവലം ഒരു വീടല്ല, 2 വീടല്ല, 10 വീടല്ല, 40 വീടോളം അയൽവാസികളാണെന്ന് കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മുന്നിലുള്ള വീടിന്റെ മുമ്പിലുള്ള 40 വീടുകൾ നമ്മുടെ അയൽവാസികളാണ്, ഇടതുഭാഗത്തുള്ള 40 വീടുകളും നമ്മുടെ അയൽവാസികളാണ്. ഈ രീതിയിൽ നമ്മുടെ അയൽപക്കം നാം രക്ഷിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചെങ്കിൽ അയൽവാസി രോഗിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒത്തഹൂനി, അവനെ സന്ദർശിക്കണം. വൈദാ